Okay. Audible അല്ലേ? Okay. Good evening. ഇപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിമിനറിയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. October 4th പുതിയ അപ്ഡേറ്റ് പ്രകാരം October 4th നമുക്ക് അറിയാൻ പറ്റില്ല. ബാക്കി കറണ്ട് ഇഷ്യൂ അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും നമുക്കറിയില്ല. ഇപ്പോഴത്തെ ഡേറ്റ് പ്രകാരം October 4th നമ്മുടെ എക്സാം. മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ജനുവരിയിലാണ്. ഇതിപ്പോ നമ്മൾ ഈ വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു 6 months ട്രേസ് ട്യൂട്ടേഴ്സിന്റെ ഒരു 6 months കോഴ്സിന് ഒരു പ്രിവ്യൂ പോലെയാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയിട്ടാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിലും ഒരു 80 to 90% നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടായിരിക്കും. ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഒരു ബ്രീഫായിട്ട് നമ്മൾ കവറും ചെയ്യും. ഫോറിൻ പോളിസീസിനെ പറ്റിയിട്ടും പിന്നെ ഗ്ലോബലൈസേഷന്റെ എഫക്റ്റിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോ അങ്ങനെയാണെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷനിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, നമുക്ക് ഓക്കെ ആക്കാന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ ഇന്റർനാഷണൽ റിലേഷനെ പറ്റി ഒരു സെഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് ആദ്യം മനസ്സിലാക്കാണ്ട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് IR അല്ലെങ്കിൽ IR എന്താണെന്ന് നമുക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. IR എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. ഇന്റർനാഷണൽ റിലേഷൻസ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ഒരു ബന്ധത്തിനെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ. ഓക്കെ. റിലേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഓർ കൺട്രീസ് ബിയോണ്ട് ദെയർ ബൗണ്ടറീസ് ഓർ ടെറിട്ടറീസ് ഓൺ വേരിയസ് ഡിസിപ്ലിൻസ് ആണ്. ഓക്കെ. വേരിയസ് ഡിസിപ്ലിൻസ് എന്ന് പറയുമ്പോൾ ബൗണ്ടറിക്ക് അതീതമായിട്ട് ഇപ്പൊ പൊളിറ്റിക്കൽ ആസ്പെക്ട് ആവാം, ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ആവാം, എക്കണോമിക്കൽ ആസ്പെക്ട് ആവാം. അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. അങ്ങനെ പല ഡിസിപ്ലിൻസും ഇന്റർനാഷണൽ റിലേഷൻസിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലും എത്രത്തോളം സക്സസ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് സക്സസ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. നമ്മളിപ്പോ ഒരു 1991 തൊട്ട് നോക്കുവാണെങ്കിൽ 1991 എന്ന് പറയുമ്പോൾ LPG റീഫോംസ് നടക്കുന്നൊരു സമയമാണ്. അപ്പോ 1991 തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ ഗ്ലോബലി LPG റീഫോംസ് വരുന്നത് ആ സമയത്താണ്. അപ്പോ ഈ ഗ്ലോബലൈസേഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടും എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിലും ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നടന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു റീഫോം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസിനെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. നമ്മളപ്പോ ഇന്ത്യ ചൈന ഡിസ്പ്യൂട്ടിനെ പറ്റി പറയുന്നതിന് മുന്നേ ചൈന ടിബറ്റ് ഡിസ്പ്യൂട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ചൈന ടിബറ്റ് ഡിസ്പ്യൂട്ടിനെ പറ്റി മനസ്സിലാക്കിയാലേ ഇന്ത്യ ചൈന ഇഷ്യൂവിനെ പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മാപ്പിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. ടിബറ്റിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടിബറ്റിന്റെ ലൊക്കേഷൻ ആക്ച്വലി 3 രാജ്യങ്ങളുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ചൈനയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, നേപ്പാളായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, പിന്നെ ബർമയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. 4 രാജ്യങ്ങളായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ബർമ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മ്യാൻമാർ. ഈ 4 രാജ്യങ്ങളായിട്ടാണ് ടിബറ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ഫെയ്ത്ത് ആണ്. അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബുദ്ധിസ്റ്റ് ഫെയ്ത്ത് റിലേറ്റഡ് ആണ്. അവരുടെ പൊളിറ്റിക്കൽ ചീഫ് ദലൈലാമ എന്ന് പറയുന്നത് തന്നെ
ഒരു ബുദ്ധിസ്റ്റ് അവരുടെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് ഫെയ്ത്തിന്റെ ഒരു വിസിബിൾ ഫോം ആണ് ദലൈലാമ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവിടുത്തെ എന്ത് തീരുമാനങ്ങൾക്കും അവസാന വാക്ക് ദലൈലാമ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ ഒരു 6th ദലൈലാമ ആവുമ്പോ 6th ദലൈലാമയുടെ സക്സഷൻ പീരീഡില് ടിബറ്റൻസും മംഗോൾസും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ഈ ഒരു അവസരം ഒരുപാട് നാളായിട്ട് ചൈന കാത്തിരിക്കുന്നതാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു അവരുടെ ഹിസ്റ്ററി വെച്ച് അവർ റിലേറ്റ് ചെയ്ത് പറയുന്നത് ചൈനയുടെ ഭാഗമാണ് ടിബറ്റ് എന്നാണ് ചൈന പ്രസ്താവിക്കുന്നത്. ഓക്കെ, അപ്പോ അവരിങ്ങനെ ഒരു അവസരം അവർ നല്ല രീതിയിൽ തന്നെ അവർ ഉപയോഗിക്കുന്നു. അവർ ആ ഒരു സമയം നോക്കിയിട്ട് അവർ ലാസ ക്യാപ്ചർ ചെയ്യുന്നു. ലാസ എന്ന് പറയുന്നത് ടിബറ്റിന്റെ ക്യാപിറ്റലാണ്. ഓക്കെ, ആ ഒരു പീരീഡിൽ ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യാൻ വരുവാണ്. 1904 പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യാൻ വരുന്നു. നമ്മളിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ പീരീഡ് എന്ന് പറയുന്നത് 20th സെഞ്ചുറിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അവിടെ 1904 പീരീഡില് ബ്രിട്ടീഷ് മീഡിയേറ്റ് വരുന്ന ഈ ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച്. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയാണ് മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് റഷ്യയുടെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് അന്നത്തെ USSRന്റെ ഇൻഫ്ലുവൻസ് ആണ്. കാരണം ഇൻ കേസ് ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യാൻ ചെന്നില്ലെങ്കിൽ റഷ്യ അവിടെ ടിബറ്റില് അവരുടെ ആധിപത്യം അവരവിടെ സ്ഥാപിക്കും. അതായത് അവർ മീഡിയേറ്റ് ചെയ്യാൻ ചെല്ലുകയും അവർ പിന്നെ അവിടെ ഒരു അവർക്ക് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ ഒരു പീരീഡ് നോക്കി 1904 പീരീഡിൽ ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യാൻ ചെല്ലുന്നു. ടിബറ്റും ചൈനയും തമ്മിലുള്ള അപ്പോഴത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ അവര് ടിബറ്റ് ചൈന ബോർഡർ അവര് കോൺഫ്ലിക്ട് സോണൊക്കെ നല്ല രീതിയിലൊന്ന് ഡിമാർക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ അന്ന് ടിബറ്റിന് അതിലൊട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല. ടിബറ്റിന് അങ്ങനെ ഒരു മീഡിയേഷനും താല്പര്യമില്ല. ടിബറ്റ് അന്നും ഓട്ടോണമസ് ആയിട്ട് നിൽക്കാനാണ് ടിബറ്റിന്റെ താല്പര്യം. പക്ഷെ ചൈന അവിടെ ലാസ ക്യാപ്ചർ ചെയ്തു. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ടിബറ്റ് അങ്ങനെ തന്നെ പോയി. 1906 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ചൈനയ്ക്ക് ടിബറ്റിന്റെ മേലുള്ള ഫോറിൻ റിലേഷൻസ്, അതായത് ടിബറ്റിന്റെ ഫോറിൻ റിലേഷൻസും അവരുടെ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസും കൺട്രോൾ ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷ് അംഗീകരിക്കുകയാണ്. ചൈനയുടെ മുകളിലുള്ള അവകാശം ബ്രിട്ടീഷ് അംഗീകരിക്കുകയാണ്. ഓക്കെ, 1906 ആകുമ്പോഴത്തേക്ക് 1911 ആകുമ്പോൾ ഏകദേശം ഒരു 5 വർഷം കഴിയുമ്പോൾ ടിബറ്റ് ചൈനീസ് ഫോഴ്സിനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നു. കാരണം ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്തു, ബ്രിട്ടീഷ് അവര് പല സജഷൻസും ഒക്കെ കൊടുത്തു. പക്ഷെ ടിബറ്റിന് ആ ഒരു പീരീഡിലും ടിബറ്റിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. എന്നിട്ടും ബ്രിട്ടീഷ് പറയുന്നു ടിബറ്റ് ചൈനയുടെ ഭാഗം ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഫോറിൻ റിലേഷൻസും മറ്റും ചൈന കൺട്രോൾ ചെയ്യും, ബാക്കിയെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്തോ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അങ്ങനെ 1906 മീറ്റിംഗ് അവസാനിക്കുന്നു. 1911 ആകുമ്പോഴത്തേക്കും ടിബറ്റ് ഒരു അവസരം കിട്ടുന്ന സമയങ്ങളിൽ അവര് ചൈനീസ് ഫോഴ്സിനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കും. 1914 ആകുമ്പോഴത്തേക്കും ഷിംല അഗ്രിമെന്റ് നടക്കുക. ഷിംല അഗ്രിമെന്റിൽ വെച്ചിട്ട് പിന്നെയും ബ്രിട്ടീഷ് മീഡിയേറ്റ് ചെയ്യുന്നു. ബ്രിട്ടീഷും ചൈനയും ടിബറ്റും ആയിട്ടുള്ള ഒരു എഗ്രിമെന്റില് ബ്രിട്ടീഷ് പറയുവാണ്, അതായത് ചൈനയ്ക്ക് നിങ്ങളുടെ ഇന്റേണൽ മാറ്റേഴ്സിലോ ഡൊമസ്റ്റിക് കാര്യങ്ങളിലോ ഒന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷെ ചൈനയ്ക്ക് നിങ്ങളുടെ ഫോറിൻ അഫയേഴ്സിലും ബാക്കിയുള്ള റിലേഷൻസിലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് പിന്നെയും മീഡിയേറ്റ് ചെയ്യുന്നു. ചൈനയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈവൻ ദോ അവരുടെ ഫോറിൻ റിലേഷൻസും മറ്റും മാത്രമേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും അത് തന്നെ വളരെ ഒരു നല്ലൊരു മൂവാണ്. കാരണം പതുക്കെ പതുക്കെ അവർക്ക് മുന്നോട്ട് കയറാനുള്ള ഒരു അവസരമാണ് അന്ന് കിട്ടിയത്. അതുപോലെ തന്നെ നടന്നു. 1933-39 പീരീഡ് ആകുമ്പോൾ അന്നത്തെ KMT ഗവൺമെന്റ്, അതായത് അന്നത്തെ ചൈനയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് KMT ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒന്നും അന്ന് വന്നിട്ടില്ല. KMT ഗവൺമെന്റ് ആണ് അന്ന് ചൈന റൂൾ ചെയ്യുന്നത്. അങ്ങനെ 1933-39 പീരീഡ് ആകുമ്പോൾ KMT ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് അവർ ആ ഒരു പീരീഡില് അവരുടെ ഇന്റേണൽ മാറ്റേഴ്സിലും ഡൊമസ്റ്റിക് മാറ്റേഴ്സിലും ഒക്കെ അവർ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ 1933-39 പീരീഡ് കഴിഞ്ഞതിന് ശേഷം വേൾഡ് വാർ തുടങ്ങുന്നു. വേൾഡ് വാർ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ടിബറ്റ് പറയുവാണ് നമുക്കിനി ചൈനയുടെ
കൺട്രോളിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടിബറ്റ് ഒരു ഓട്ടോണമസ് കൺട്രി ആയിട്ട് മാറുവാണ്. ഓക്കെ, അതായത് എത്ര ഒരു 150 വർഷങ്ങൾക്ക് മുന്നേ അവരെങ്ങനെ നിന്നോ അതുപോലെ തന്നെ പിന്നെയും നിൽക്കാനാണ് അവർ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 1945 ആകുമ്പോൾ അവർ ഓട്ടോണമസ് കൺട്രി ആവുന്നു. ആ ഒരു പീരീഡ് തൊട്ടാണ് ഇന്ത്യ ചൈന റിലേഷൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തുടങ്ങുന്നത്. ഇന്ത്യ അന്ന് തൊട്ട് പറയുന്നത് ടിബറ്റിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ ഇന്ത്യ ഒരിക്കലും ചൈന സപ്പോർട്ട് ചെയ്യില്ല. ടിബറ്റിന് ഒരു ഓട്ടോണമസ് കൺട്രി ആയിട്ട് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഇന്ത്യ അതിനെ റെസ്പെക്ട് ചെയ്യും. കാരണം ഇന്ത്യ ഏതൊരു രാജ്യത്തിന്റെയും സോവറിനിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടിബറ്റിന്റെ ആ ഒരു തീരുമാനത്തെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് 1945 കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ പറയുന്നു. അങ്ങനെ ഒരു 1949 ഒക്കെ ആകുമ്പോഴത്തേക്കും അന്നത്തെ KMT ഗവൺമെന്റിന്റെ റൂൾ അവസാനിക്കുവാണ്. കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു KMT ഗവൺമെന്റിനെതിരെ. 1949 അവസാനമാകുമ്പോൾ PRC ഗവൺമെന്റ് വരുവാണ്. അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. 1949 എൻഡ് ആകുമ്പോഴത്തേക്കും അവര് ഗവൺമെന്റിൽ കയറുന്നു. അവരുടെ അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും UN മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. PRCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോ ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അടുത്തൊരു സ്റ്റേജിൽ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. 1949 എൻഡോടുകൂടി PRC വരുന്നു. അവരുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് UN മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. 1950 ആവുമ്പോഴത്തേക്കും 1950-51 പീരീഡിൽ നെഹ്റു ഗവൺമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന അന്നത്തെ പ്രൈം മിനിസ്റ്ററുമാണ് ഫോറിൻ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് നെഹ്റു ആണ്. അങ്ങനെ നെഹ്റു ചൈനയിലേക്ക് പോകുന്നു. ചൈനയായിട്ടുള്ള ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് നെഹ്റു അന്നത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ നെഹ്റു പറയുന്നുണ്ട് ടിബറ്റുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്നത്തെ ചൈനയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നു നമുക്ക് ടിബറ്റിന്റെ ഒരു പൊസിഷനിലെ ചോദ്യം ചെയ്യാനൊട്ടും താല്പര്യമില്ല. അവരുടെ തീരുമാനത്തിനനുസരിച്ച് പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് 1950-51 പീരീഡിൽ ചൈനീസ് പ്രൈം മിനിസ്റ്റർ പറയുന്നു. അപ്പോ അത് വിശ്വസിച്ച് നെഹ്റു തിരിച്ചു വരുന്നു. പക്ഷെ ആക്ച്വലി അന്ന് സംഭവിച്ചത് ചൈനീസ് അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ ചൈനീസ് മിലിറ്ററി ഇൻവേഷൻ നടത്തുകയാണ് ടിബറ്റിൽ വെച്ചിട്ട്. അപ്പോ ഇന്ത്യ ഒട്ടും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യ അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. ഇന്ത്യ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ നെഹ്റുവിനറിയാം ചൈന എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടും അവർക്ക് ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി നെഹ്റുവിന് ഫീൽ ചെയ്തു. ആദ്യം തൊട്ടേ നെഹ്റുവിന് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു വാക്ക് തർക്കത്തിന് അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പ്രൊട്ടസ്റ്റ് നടത്തി നമ്മൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ പോയി. ആ പീരീഡ് കഴിഞ്ഞ് ദലൈലാമ അവിടെ നിന്ന് നാടുവിടുന്നു. ടിബറ്റിൽ നിന്ന് നാടുവിടുകയാണ്. കാരണം ചൈനീസ് ആർമിയുടെ ഒക്കെ ഒരു റോള് ടിബറ്റിൽ നല്ല രീതിയിൽ കൂടി വരുന്ന കാരണം ദലൈലാമയ്ക്ക് ജീവന്റെ ഭീഷണി കാരണം ദലൈലാമ അവിടെ നിന്ന് നാടുവിടുന്നു. 1951 കഴിയുന്നു. അപ്പോഴും 1951 അവസാനം എത്തുന്നു. അപ്പോഴും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നില്ല ടിബറ്റിന്റെ ഓട്ടോണമി. അങ്ങനെ May 23, 1951 ആകുമ്പോൾ ചൈന ഒഫീഷ്യലി ടിബറ്റിനെ കൊണ്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുവാണ്. അതായത് ടിബറ്റിന്റെ ഫുൾ കൺട്രോള് ചൈനയുടെ കയ്യിലാണെന്നും പക്ഷെ അവരുടെ കുറച്ച് ഇന്റേണൽ മാറ്റേഴ്സിലും ഡൊമസ്റ്റിക് കാര്യങ്ങളിലും ഒക്കെ അവർക്ക് ഇപ്പോഴും അവർക്ക് തന്നെ ടിബറ്റിന് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം തരുന്നത്. മറ്റ് ഫോറിൻ റിലേഷൻസിലും അത് വളരെ കുറച്ച് ഇപ്പോൾ ഡിഫൻസ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചൈനയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്നത് 1951. അപ്പോ ഇതാണ് ആക്ച്വലി ആ ഒരു നമ്മുടെ ഇതുവരെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചൈന ടിബറ്റിന്റെ ആ ഒരു ജേർണി ഇങ്ങനെയാണ്. ഓക്കെ, 1951 കൂടി ഒരു 60-70% ചൈനയുടെ കൺട്രോളിൽ തന്നെ ആവുകയാണ് ടിബറ്റ്. അതിന് മുന്നേ അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഇപ്പൊ ഒഫീഷ്യലി സൈൻ ചെയ്യിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ കൂടി വരുന്നു. ഇന്ത്യയുടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. അപ്പോ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത്
ഇന്ത്യ ചൈന ടിബറ്റ് ഇഷ്യൂ ഇപ്പൊ അവിടെ നിൽക്കട്ടെ. നമ്മൾ കുറച്ച് ഇന്ത്യ ചൈന റിലേഷൻസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ കൂടി നമുക്ക് നോക്കാം, ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ കൾച്ചറൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 2000 years ബാക്ക് തൊട്ട് നമ്മുടെ ഇപ്പൊ ബുദ്ധിസ്റ്റ് ഗവൺമെന്റ് ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ചൈനയിലേക്ക് ബുദ്ധിസ്റ്റ് ഫെയ്ത്ത് എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോ ടിബറ്റിലാണെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ഫെയ്ത്താണ്. അപ്പോ ചൈനയുടെ കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ബുദ്ധിസ്റ്റ് ഫെയ്ത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്നാണ് ആ കാലത്ത് ചൈനയിലേക്ക് ബുദ്ധിസ്റ്റ് ഫെയ്ത്തിന്റെ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൈനയുടെ സിൽക്കിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് കൾച്ചറൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ. പിന്നെ ട്രേഡ് റിലേറ്റഡ് ആണെങ്കിലും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഡിപ്ലോമാറ്റ്സിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ വിശദമായിട്ട് തന്നെ പഴയ നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാണ് കൾച്ചറൽ ആസ്പെക്ട്സ് ഒരു 2000 years ബാക്കോട്ടുള്ള നമുക്ക് നോക്കാനാണെങ്കിൽ. ഇനി മോഡേൺ ആസ്പെക്ട്സ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബ്രസൽസ് കോൺഫറൻസ് ഇൻ 1927, അതായത് 1927 ബ്രസൽസ് കോൺഫറൻസിൽ വെച്ചിട്ട് അന്ന് ഇവിടെ ഒരു വെസ്റ്റേൺ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങളാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ബ്രിട്ടീഷിന്റെ ആധിപത്യമാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു പീരീഡില് ബ്രസൽസ് എന്ന് പറയുന്നത് ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. അവിടെ വെച്ചിട്ട് സൈനോ ഇന്ത്യൻ കോപ്പറേഷൻ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കും. അതായത് അവർ പറയുകയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കോപ്പറേഷൻ വളരെ വിലപ്പെട്ടതാണെന്നും അവര് തമ്മിൽ ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ സൈനോ ഇന്ത്യൻ എഗ്രിമെന്റ് നടക്കുന്നു. ഇന്ത്യയും ചൈനയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്, ഓക്കെ നമ്മൾ ഇനി തൊട്ട് ഒരു ഒറ്റ യുണൈറ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിന് എതിരായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും എന്നുള്ള രീതിയിൽ 1927 ബ്രസൽസ് കോൺഫറൻസ് നടക്കും. അതിന്റെ സമ്മറിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന റിലേഷൻസിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് ആണ്. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറയുന്നത് 1947 നടക്കുന്നത്. 1947 നടക്കുന്ന ആ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസിൽ അന്നത്തെ KMT ഗവൺമെന്റ് ന്യൂഡൽഹിയിൽ വരുന്നു. ന്യൂഡൽഹിയിൽ വന്നിട്ട് അവരുടെ ഏറ്റവും വലിയ അവകാശവാദം എന്ന് പറയുന്നത് നിങ്ങൾ അതായത് ഇന്ത്യക്കാർ ഇന്ത്യൻ ഗവൺമെന്റ് ടിബറ്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന്, ചൈനയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസിൽ KMT ഗവൺമെന്റ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ 1949 കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നു. അതോടുകൂടി പിന്നെ മറ്റു കാര്യങ്ങൾ അതിനനുസരിച്ച് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇന്ത്യ ചൈന റിലേഷൻസിന്റെ ഒരു മോഡേൺ പീരീഡൽ ആസ്പെക്ട്സ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ബ്രസൽസ് കോൺഫറൻസ്, ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. ഓക്കെ, അതിനുശേഷം തൊട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് 1949 തൊട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ ആസ്പെക്ട്സിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് പഞ്ചശീൽ എഗ്രിമെന്റ് ആണ്. പഞ്ചശീൽ എഗ്രിമെന്റ് ആണ് ഇന്ത്യ ചൈന റിലേഷൻസിൽ തന്നെ വേൾഡ് മൊത്തം അംഗീകരിച്ച ഏറ്റവും അതായത് രാജ്യം മൊത്തം ലോകങ്ങൾ മൊത്തം ഇത്രയും നല്ലൊരു 5 പ്രിൻസിപ്പിൾസ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ കാണാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണ്. ഇന്ത്യ ചൈന ഫോറിൻ പോളിസിയുടെ 5 പ്രിൻസിപ്പിൾസ് ആണ് ഈ പഞ്ചശീൽ എഗ്രിമെന്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണ്. അതായത് രണ്ടുപേരും അഗ്രസീവായിട്ട് പെരുമാറാണ്ട്, രണ്ടുപേരും ബോർഡറിന്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് മാറ്ററിലാണെങ്കിലും ഒരു അഗ്രഷനും ഇല്ലാണ്ട് തന്നെ മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്നുള്ള പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്. ഓക്കെ, മൂന്നാമത്തത് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്. നാലാമത്തത് നോൺ ഇന്റർഫറൻസ് ഇൻ
ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ് ആണ്. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും ഇന്റേണൽ മാറ്ററിൽ ഇടപെടാൻ പാടില്ല. അപ്പൊ നമുക്കിപ്പോ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്താൽ ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്ന ജമ്മു കാശ്മീർ ഇഷ്യൂല് ചൈന പലതവണ പറയുന്നുണ്ട് 370 എടുത്തു മാറ്റിയത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ള രീതിയിൽ പലതവണ ചൈന പറയുന്നുണ്ട്. അപ്പോഴൊക്കെയും ഇന്ത്യയുടെ വാദം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്റേണൽ മാറ്റർ ആണ്, ഇന്റേണൽ അഫയർ ആണ്, അതിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ആണ്. അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ഇഷ്യൂ, ഇപ്പോഴത്തെ ബോർഡർ കോൺഫ്ലിക്ട് എന്ന് പറയുന്നതും ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിന്, ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ നല്ല രീതിയിൽ അനുസരിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ടെറിട്ടറിയെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അല്ല, ഒരു 1970s തൊട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അക്സൈസിന്റെ ആണെങ്കിലും പിന്നെ നമ്മുടെ തവാങ് റീജിയന്റെ ഇഷ്യൂ ആണെങ്കിലും ഇപ്പോഴത്തെ ഈസ്റ്റേൺ ലഡാക്ക് റീജിയനിലാണെങ്കിലും ചൈന ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇതെല്ലാം അവരുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊന്നും നടക്കരുത് എന്ന ഉദ്ദേശം കൊണ്ടാണ് 1954 പഞ്ച്ഷീൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. പഞ്ച്ഷീൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ബാൻഡങ് കോൺഫറൻസിലാണ്. അതിനെപ്പറ്റി അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. പഞ്ച്ഷീൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ബൈ ബാൻഡങ് കോൺഫറൻസിൽ വെച്ചാണ്. ബാൻഡങ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിൽ ഉള്ള ഒരു റീജിയൻ ആണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ 1951 ശേഷം ഒരു നല്ല കാലഘട്ടം എന്ന് പറയുന്നത്, ഇന്ത്യയും ചൈനയും റിലേഷൻസിന്റെ നല്ല കാലഘട്ടം എന്ന് പറയുന്നത് 1953 എൻഡ് തൊട്ട് ഒരു 1957 വരെയാണ്. ഓക്കെ, ആ ഒരു പീരീഡിനെ ഡിപ്ലോമാറ്റ്സ് ആണെങ്കിലും പല രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും ഡിസ്ക്രൈബ് ചെയ്തത് സൈനോ ഇന്ത്യൻ ഹണിമൂൺ അല്ലെങ്കിൽ ഹിന്ദി ചൈനീ ഭായ് ഭായ് എന്നാണ്. കാരണം ആ ഒരു പീരീഡിൽ ഇന്ത്യ ചൈന റിലേഷൻസ് അതിന്റെ എക്സ്ട്രീം പോയിന്റ് തന്നെ എത്തി. അവര് വളരെ നല്ല റിലേഷൻസ് ആണ് ആ ഒരു 4 വർഷം അവര് കാഴ്ചവെച്ചത്. നമുക്ക് നോക്കാം അവരെന്തൊക്കെയാണ് ആ ഒരു പീരീഡിൽ ചെയ്തതെന്ന്. അതായത് ഇന്ത്യ ചൈനയുടെ പല കാര്യങ്ങളിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ചൈനയുടെ UN റെപ്രസെന്റേഷൻ, UN മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനയുടെ ഫോർമോസയിലും പിന്നെ മാറ്റ്സു ക്യോമോ എന്ന് പറയുന്ന 2 ഐലൻഡ്സിലും ചൈന ക്ലെയിം ചെയ്യുന്ന ആ 2 റീജിയനിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചൈന ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയാണെങ്കിലും തിരിച്ച് ഗോവ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചൈനയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസിൽ നിന്നും ഗോവ ഇന്ത്യയുടെ ഭാഗമായി തീരണമെന്നും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. പഞ്ച്ഷീൽ അഗ്രിമെന്റ് അവര് ഫോളോ ചെയ്യാത്തതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പഞ്ച്ഷീൽ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ഫോറിൻ പോളിസിയുടെ ഒരു ഇന്ത്യ ചൈന റിലേഷൻസിന് വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്. ഓക്കെ, ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും കൂടി നടത്തുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അവിടെ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഫോളോ ചെയ്തേ പറ്റും. അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ, നിങ്ങൾക്ക് പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇതിനെതിരെ UN നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യും, അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ നടത്തുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അവിടെ വേറൊരു കാര്യം അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോ ഒരു പ്രഷർ ഒന്നും വരുന്നില്ല ചൈനയ്ക്ക്. ഞാനിതിപ്പോ ചെയ്യാണ്ടിരുന്നാല് അവർ ചെയ്തില്ല, അത്രേ ഉള്ളൂ. അപ്പോ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതൊരു ബൈൻഡിങ് കാര്യം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാത്തത്. അങ്ങനെ ഒരു ബൈൻഡിങ് എഗ്രിമെന്റ് ആയിരുന്നെങ്കിൽ അവർ അവരത് ഫോളോ ചെയ്തേ പറ്റും. വേറൊരു വഴിയില്ല ചൈനയ്ക്ക്. അപ്പോ നമുക്കിനി അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിനെ പറ്റി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആദ്യം ഇന്ത്യ ടിബറ്റും ചൈനയും തമ്മിലുള്ള ഇഷ്യൂവിനെ പറ്റി മനസ്സിലാക്കി. ടിബറ്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് കൺട്രി ആവണമെന്നാണ് ടിബറ്റിന്റെ ഡിസയർ എന്ന് പറയുന്നത്. പക്ഷെ ചൈന അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചൈന പറയുന്നു ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന്. അങ്ങനെ ആക്കാനും ചൈന ശ്രമിക്കുന്നു. പക്ഷെ ഇന്ത്യ അതിനെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ പറയുന്നു ടിബറ്റിന് ഓട്ടോണമസ് കൺട്രി ആയിട്ട് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന്. അത് ചൈനയെ
പലതവണയും ചൈനയെ അത് രോക്ഷം കൊള്ളിച്ചിട്ടുണ്ട്. ചൈന പറയുന്നു അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ചൈന പലതവണ പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യ ചൈന റിലേഷൻസിനെ പറ്റി പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആയിട്ടുള്ള പഞ്ചശീൽ എഗ്രിമെന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ 1956 ഒക്കെ ആകുമ്പോഴത്തേക്കും ചൈന പുതിയ അപ്ഡേറ്റ് ചെയ്ത ഒരു മാപ്പ് ഇറക്കുന്നുണ്ട്. അതായത് ചൈനീസ് മാപ്പ് അവർ ഇറക്കുമ്പോഴത്തേക്കും ഒരു 48,000 കിലോമീറ്റേഴ്സ് അവര് ഇന്ത്യയുടെ ടെറിട്ടറിയിലെ, അതായത് ഇന്ത്യയുടെ 48,000 സ്ക്വയർ മൈൽസ് ആണ് അവര് എടുത്തിട്ടാണ് അവർ അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 1956 ആ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ഇഷ്യൂ. അപ്പോ ഇന്ത്യ പറയുന്നുണ്ട് ഇതേപോലെ നമ്മുടെ ടെറിട്ടറിയുടെ ഭാഗമാണ് നിങ്ങളുടെ മാപ്പിൽ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത വെർഷനിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. അപ്പോ അന്നത്തെ KMT ഗവൺമെന്റ് പറയുന്നു അയ്യോ അത് പഴയ അന്നത്തെ PRC ഗവൺമെന്റ് പറയുന്നു അത് പഴയ KMT ഗവൺമെന്റിന്റെ തെറ്റ് പറ്റിയതാണ്, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്ന പോലെ തന്നെ പോവാം എന്ന് ചൈനീസ് ഗവൺമെന്റ് പറയുന്നു. അപ്പോ അതിനുശേഷമുള്ള അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് 1956 ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. അപ്പൊ ഇന്ത്യയും വിശ്വസിക്കുന്നു ഓക്കെ അത് അങ്ങനെ അവരുടെ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, അവർ ആ മാപ്പ് ചേഞ്ച് ചെയ്യുന്നു, ഇന്ത്യ വിശ്വസിക്കുന്നു. 1959 ആകുമ്പോഴത്തേക്കും ലാസയിൽ ഒരു അപ്രൈസിംഗ് നടക്കുന്നു. ലാസ എന്ന് പറയുന്നത് ടിബറ്റിന്റെ ക്യാപിറ്റലാണ്. അവിടെ ഒരു അപ്രൈസിംഗ് നടക്കുമ്പോൾ ദലൈലാമയ്ക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ദലൈലാമയുടെ ജീവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അങ്ങനെ ദലൈലാമ അവിടെ നിന്ന് നാട് വിട്ടിട്ട് നേരെ ഇന്ത്യയിലേക്ക് വരുവാണ്. ഇന്ത്യ അതിനെ ഇന്ത്യ കാരണം പണ്ട് തൊട്ടേ ദലൈലാമനെ ഇന്ത്യ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദലൈലാമയ്ക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കുന്നു, ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കുന്നു. ആ ഒരു പീരീഡില് ചൈനയുടെ ഒരു ഒറിജിനൽ റെസ്പെക്ട്, അവരുടെ ഒറിജിനൽ സ്വഭാവം അവർ പുറത്ത് കൊണ്ടുവരികയാണെന്ന് നമുക്ക് പറയാം. അതായത് ആ ഒരു പീരീഡ് തൊട്ട് ചൈനയ്ക്ക് ഇന്ത്യ അടുത്തുള്ള ഇഷ്യൂ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൂടുകയാണ്. ഓക്കെ, അപ്പോ അടുത്തതെന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ ടെറിട്ടറിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ദലൈലാമ ഇങ്ങോട്ട് ഫ്ലഡ് ചെയ്ത കാര്യം പറഞ്ഞു. അടുത്തത് ലഡാക്കിലെ അക്സൈ ചിൻ റീജിയനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്സൈ ചിൻ എന്ന് പറയുന്നത് ലഡാക്കിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടിലാണ് അക്സൈ ചിൻ. പണ്ട് തൊട്ടേ ഇവിടെ വരുന്ന ഏർലി ട്രാവലേഴ്സും അല്ലെങ്കിൽ റവന്യൂ റെക്കോർഡ്സ് ഓഫ് ജമ്മു കാശ്മീർ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അക്സൈ ചിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. റവന്യൂ റെക്കോർഡ്സ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത്ര നാള് ആർക്കാണ് എവിടെ നിന്നാണ് ടാക്സ് കൊടുത്തതെന്നൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ഈ റീജിയൺ. അപ്പൊ ഇന്ത്യ അക്സൈ ചിൻ ചൈന ക്ലെയിം ചെയ്യുന്നു, അക്സൈ ചിൻ ചൈനയുടെ ഭാഗമാണെന്ന് ചൈന ക്ലെയിം ചെയ്യുന്നു. ഇന്ത്യ ഇപ്പൊ പറയുന്നുണ്ട് പണ്ട് നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ റവന്യൂ റെക്കോർഡ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് അക്സൈ ചിൻ. അടുത്ത രണ്ടാമത് അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് പറയുന്നത് 1954 ഇഷ്യൂ ഓൺ ബാരാഹൂട്ടി എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ബാരാഹൂട്ടി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡും ചൈനയും തമ്മിലുള്ള ബോർഡറിലാണ് ബാരാഹൂട്ടി എന്ന് പറയുന്ന റീജിയൻ. അപ്പോ ഇങ്ങനെ ഈ 1954 ഇങ്ങനെയൊക്കെ അവർ ചൈന ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അവരോട് ചെയ്യുന്നില്ല, അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ നല്ല റിലേഷനോടുകൂടി തന്നെ പോവാണ് ഇന്ത്യയും ചൈനയും. അവർ പക്ഷെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചൈന. ജസ്റ്റ് ഞാൻ അതിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് സൂമിൻ ചെയ്ത് നോക്കുക. ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് അക്സൈ ചിൻ എന്ന് പറയുന്ന റീജിയൻ. അവിടെ ആ ഒരു ജമ്മു കാശ്മീർ പിന്നെ അക്സൈ ചിൻ ബോർഡർ കാണാം, അതാണ് LAC എന്ന് പറയുന്നത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഒരു ബോർഡറാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇപ്പോ റൈറ്റ് സൈഡിലുള്ള ഇമേജ് നോക്കുവാണെങ്കിൽ ബാരാഹൂട്ടി എന്ന് പറയുന്നത് ആ ബോർഡർ നോക്കുമ്പോൾ ആ റീജിയൻ ആണ് ബാരാഹൂട്ടി എന്ന് പറയുന്നത്. അത് രണ്ടുമാണ് ചൈന ലഡാക്ക് റീജിയനിൽ ക്ലെയിം ചെയ്തിരുന്നത്. അങ്ങനെ 1956 ചൗ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു. ചൗ എന്ന് പറയുന്നത് ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ നമ്മള് ഇന്ത്യ അവരുടെ അറ്റൻഷനിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, ഇതേപോലെ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മുടെ തന്നെ റീജിയൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ക്ലെയിം ചെയ്ത 48,000 സ്ക്വയർ മൈൽസ് ആണെങ്കിൽ നമ്മുടെ തന്നെ റീജിയൻ ആണ് എന്ന് പറയുന്നുണ്ട്.
പക്ഷെ അപ്പോഴൊക്കെ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് KMT ഗവൺമെന്റ് ഇഷ്യൂ ആണ് എന്ന് 1956 ചാവോ പറയുന്നു. 1959 തൊട്ടാണ് ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1959 ആകുമ്പോഴത്തേക്കും ചൈനീസ് അവരുടെ മാപ്പിലുള്ള ടെറിട്ടറീസ് അവർ ക്ലെയിം ചെയ്യും. അതായത് ഇന്ത്യൻ ടെറിട്ടറീസ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, 1959 തന്നെയാണ് കൊങ്ക പാസ് ഇഷ്യൂ എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടാവുന്നത്. അതായത് ആ ഒരു റീജിയനിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയിൽ പാട്രോളിങ്ങിന് പോയ സോൾജേഴ്സിനെ 9 സോൾജേഴ്സിനെയാണ് ചൈനീസ് വെടിവെച്ച് വധിക്കുന്നത്. ഓക്കെ, അങ്ങനെ 9 സോൾജേഴ്സും മരിക്കുന്നു 1959. അതിന് മുന്നേ തന്നെ ഒരു 5ഓളം ആർമി ഓഫീസേഴ്സിനെ അവര് ബന്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ 1959 ഈ കൊങ്ക പാസ് ഇഷ്യൂ കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റിന് നല്ല രീതിയിലുള്ള പ്രഷറാണ് പാർലമെന്റിൽ നിന്ന് വരുന്നത്. അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗമായിട്ട്, ഒരു ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് തന്നെ നമ്മൾ അക്സൈ ചിഹ്നിന്റെ കാര്യം പറഞ്ഞു, 40,000 സ്ക്വയർ മൈൽസിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അടുത്ത ഇന്ത്യ ചൈന വാറാണ്. ഇന്ത്യ ചൈന വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ആ ഒരു ജേണിയാണ്, അതായത് ഇന്ത്യ ചൈന വാറ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കുറച്ച് ആസ്പെക്ട്സിലോട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇന്ത്യ ചൈന വാറിലെ ഒരു ഇന്ത്യ ചൈന വാറ് സമയത്ത് അക്സൈ ചിൻ ചൈന പിടിച്ചടക്കുന്നു. പറയുമ്പോൾ ഇന്ത്യക്ക് തോൽവി തന്നെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. 1962 ഇന്ത്യ ചൈന വാറിൽ ഇന്ത്യ തോൽക്കുന്നു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് 1947 ആണ് ഇൻഡിപെൻഡന്റ് ആയത്. നമുക്ക് ഒരുപാട് എക്കണോമിക്കലാണെങ്കിലും മറ്റ് പല രീതിയിൽ ഇന്ത്യ അപ്പോഴൊന്നും സ്റ്റേബിൾ ആയിരുന്നില്ല. ഒരു മിലിറ്ററി ബേസ് പോലും നമ്മളെ നല്ല രീതിയിൽ അന്ന് ഫോം ചെയ്തിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇന്ത്യ ചൈനയായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. കാരണം നമ്മുടെ പഞ്ചശീൽ അഗ്രിമെന്റ് ആണെങ്കിലും 1953 തൊട്ട് 1957 വരെയുള്ള ഇന്ത്യ ചൈന റിലേഷൻസ് ആണെങ്കിലും അതുവരെ പോയിരുന്ന ഒരു റിലേഷൻ പെട്ടെന്ന് 1959 1959 തൊട്ട് അങ്ങ് പോവാണ്. ദലൈലാമ ഇന്ത്യയിലേക്ക് ഫ്ലഡ് ചെയ്താണ് 3ാമത്തെ റീസൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വിട്ടുപോയി തോന്നുന്നു. അതാണ് 3ാമത്തെ റീസൺ. അപ്പോ ആ ഒരു 3 കാരണങ്ങളൊക്കെ ചൈനയെ നല്ല രീതിയിൽ തന്നെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയായിട്ട് വാറിന് വേണ്ടിയിട്ട്. അപ്പോ അടുത്ത കോൺഫ്ലിക്ട് റീജിയൻ എന്ന് പറയുന്നത് സിക്കിമാണ്. സിക്കിം എന്ന് പറയുന്നത് 1974-75 പീരീഡ് ആകുമ്പോൾ സിക്കിമിലെ ജനങ്ങള് അന്നത്തെ അവിടുത്തെ മൊണാർക്കിക്കെതിരെ അവര് പരസ്യമായിട്ട് തന്നെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഇനി അവിടുത്തെ മൊണാർക്കി വേണ്ട എന്നുള്ള രീതിയിൽ 1974-75 പീരീഡിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിക്കിം ഇന്ത്യയായിട്ട് മെർജ് ചെയ്യും. അപ്പോൾ ചൈന അക്യൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇപ്പൊ എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ സിക്കിം ടെറിട്ടറിനെ സിക്കിമിലെ ജനങ്ങളെ കൊണ്ട് അവരെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ ചൈന അക്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1976 കാലഘട്ടങ്ങളിലൊന്നും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നില്ല സിക്കിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. പക്ഷെ 2006 ആകുമ്പോഴത്തേക്കും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നു സിക്കിം ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീജിയന്റെ ഒക്കെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ ചൈനയായിട്ട് വളരെ അടുത്ത റീജിയൻസ് ആണ്. അപ്പൊ ചൈന ഭയപ്പെടുന്നത് ഇവിടെയൊക്കെ ഇന്ത്യക്ക് അവിടെയൊക്കെ ഒരു മുൻതൂക്കം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യക്കാർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ സിക്കിം ആണെങ്കിലും അക്സൈ ചിൻ പിടിച്ചെടുക്കുന്നതിലാണെങ്കിലും ടിബറ്റിന്റെ ഇഷ്യൂ ആണെങ്കിലും ഈ ഒരു റീജിയനൊക്കെ ചൈനയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അവരിങ്ങനെ ഇത്രയും ഈ ഒരു റീജിയനിലൊക്കെ കൂടുതൽ ഒരു ആധിപത്യം ഏറ്റെടുക്കാനുള്ള ഒരു കാരണം. അടുത്തത് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു കുറച്ച് കാലഘട്ടമാണ്. 1962 വാർ തൊട്ട് 74 വരെ 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അംബാസഡേഴ്സിനെ കൈമാറിയിട്ടില്ല. അപ്പോ 75 ആകുമ്പോഴത്തേക്കും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. KR നാരായണനെയാണ് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് ആണ് KR നാരായണനെ 1975 ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചൈനയിലേക്ക് അയക്കുന്നു. ഓക്കെ, അപ്പോ റിലേഷൻസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കാരണം 1974 നമ്മൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നുണ്ട്.
അപ്പോൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുമ്പോൾ ചൈന പറയുന്നത് ഇന്ത്യ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ന്യൂക്ലിയർ പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതി നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, പാകിസ്ഥാന്റെ നെയ്ബറിംഗ് റീജിയൻസിനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ല, റൈറ്ററായ KR നാരായണൻ ആണോ എന്നാണ് ചോദ്യം. റൈറ്റർ RK നാരായണനാണ്. ഇത് KR നാരായണൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ആണ് ആക്ച്വലി. അത് നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് KR നാരായണൻ. ഓക്കെ, RK നാരായണൻ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞിരുന്നത് 1974 ന്യൂക്ലിയർ ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നതിൽ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, അതായത് ഇൻ കേസ് പാകിസ്ഥാന് ഏതെങ്കിലും രീതിയിൽ ഇതൊരു ഭീഷണിയായിട്ട് മാറുവാണെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈന നിൽക്കും എന്ന് ചൈന പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് 1974 പീരീഡ് ആകുമ്പോഴത്തേക്ക്. പിന്നെ അതൊക്കെയാണ് ആ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയാൻ കാരണം. അതിനുശേഷം 1975 ഡിപ്ലോമാറ്റിക് റിലേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ 86 പീരീഡ് ആകുമ്പോഴത്തേക്ക് രാജീവ് ഗാന്ധി പിന്നെയും നല്ല രീതിയിൽ തന്നെ ചൈനയായിട്ടുള്ള റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടുത്തത് 1999 99 അതായത് കാർഗിൽ വാറൊക്കെ അടുക്കുന്ന പീരീഡിൽ ചൈന വെപ്പൺസ് ആണെങ്കിലും മറ്റ് പല രീതിയിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെന്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പീരീഡിൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ പൊക്രാൻ നടക്കുകയാണ്, അതായത് പൊക്രാൻ 2 രാജസ്ഥാൻ മരുഭൂമിയിൽ തന്നെയാണ് രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പീരീഡിൽ ഒരേ സമയത്ത് നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഇന്ത്യ ചൈന അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഒരു കുറച്ച് കാലഘട്ടം തൊട്ട്, അതായത് ഒരു 1927 തൊട്ട് 1919 വരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ചൈന റിലേഷൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് പോലെയാണ്. അതിങ്ങനെ മുകളിലോട്ട് പോകും, താഴ്ന്നു പോകും. ആ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെ ഡിവീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, കൂടുതലും ഇഷ്യൂസ് തന്നെയാണ് ഇന്ത്യ ചൈന റിലേഷൻസിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെറിയ ബ്രീഫായിട്ട് മാത്രം നമ്മൾ ഇപ്പോഴത്തെ ഡിസ്പ്യൂട്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. ഇന്ത്യ ചൈന റിലേഷൻസ്, ചൈന ഇന്ത്യയോട് ഏത് രീതിയിലാണ് ഇത്രയും നാള് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു essay വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ essayനെ നമ്മൾ എഴുതണമെങ്കിൽ നമുക്കൊരു കണ്ടന്റ് വേണം. ഓക്കെ, പഞ്ചശീൽ അഗ്രിമെന്റ് എന്താണ്, പഞ്ചശീൽ അഗ്രിമെന്റ് പോളിസി ചൈന ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ പോയിന്റ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ 2020 ബോർഡർ ഡിസ്പ്യൂട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അത് ആക്ച്വലി അതിന്റെ ഒരു സമ്മറി നമുക്കിപ്പോ പറയാൻ പറ്റില്ല, കാരണം അത് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ഇതുവരെയുള്ള ഇഷ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ ആ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ റീജിയൻ, അതായത് അക്സായ് ചിന്നും ജമ്മു കാശ്മീരും തമ്മിലുള്ള ലഡാക്ക്, ഇപ്പോഴത്തെ ലഡാക്കും തമ്മിലുള്ള ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് റീജിയൻസ് ഉണ്ട്. ഇപ്പൊ ഗൽവാൻ നള എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, പാങ്കോങ് സോ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, പിന്നെ PP-15, PP-14, PP-15, PP-17 ഇങ്ങനത്തെ കുറച്ച് റീജിയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ തന്നെ കുറച്ച് ഭാഗമാണ്. അപ്പോ ആ റീജിയൻസിൽ ചൈനീസ് ട്രൂപ്സിനെ ഇങ്ങോട്ടേക്ക് വിടുവാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗൽവാൻ നള റീജിയൻ പോലുള്ള റീജിയൻ, ആ ഒരു റീജിയനിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. അതായത് അത്രയും ഒരു ഹയസ്റ്റ് പോയിന്റിൽ ഇന്ത്യ ഇപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് അവിടെ ചെയ്യും. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് ഇന്ത്യ ചെയ്തു കഴിഞ്ഞാൽ ചൈന ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാവും. അപ്പോ വെപ്പൺസ് ആണെങ്കിലും ഇപ്പോ ഇന്ത്യൻ ട്രൂപ്സിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യക്ക് കൂടുതൽ എളുപ്പമാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയ്ക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം ചൈന റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള അവിടുത്തെ പോസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്, പല രീതിയിലും അവരുടെ ആർമിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചൈന ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയുടെ അത്ര ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അപ്പൊ ചൈന അത് പേടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കർ
എസ് ജയശങ്കർ സാറ് പറഞ്ഞൊരു കാര്യമാണ് അക്സായ് ചിഹ്നം നമ്മുടെ POK എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയുടെ തന്നെ ഭാഗമാണ്, അത് ഇന്ത്യയുടെ തന്നെ ഭാഗമായി തീരും എന്നും ഒരു സ്പീച്ചിൽ എസ് ജയശങ്കർ സാറ് പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടി ചൈനയ്ക്കൊരു ഭയമാണ്. കാരണം നമ്മൾ ഇനി അവിടെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം ചൈനയ്ക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 റീജിയനിലാണ് ഇപ്പൊ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. LAC റീജിയനിലാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒരു 2 ദിവസം മുന്നേ ഈ ഒരു എങ്ങനെയാണ് ഈ ഇഷ്യൂവിനെ ഇവര് അഭിമുഖീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ടോക്സ് ഉണ്ട്. ഇപ്പോ മിലിറ്ററി ടോക്സ് നടക്കുന്നുണ്ട്, ഡിപ്ലോമാറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോക്സ് സംസാരം ഉണ്ടാവും, പലതരത്തിലുള്ള എഗ്രിമെന്റ്സ് ഇപ്പോൾ നടക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഈ 2 ദിവസത്തിന് മുന്നേ ഗൽവാൻ എന്നുള്ള റീജിയനിലെ ട്രൂപ്സിനെ തിരിച്ചയക്കുന്നതിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള റീജിയനിൽ ഇപ്പോഴും ട്രൂപ്സ് നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ന്യൂസ് പേപ്പർ റീഡിങ്സിൽ നിന്നും മറ്റും അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ ഡൈനാമിക് ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്താലേ നമുക്കത് അതിനെപ്പറ്റി നല്ല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ടത് 2000 തൊട്ട് 2013 വരെ ഏകദേശം ഒരു 5 എഗ്രിമെന്റ് ആണ് ഇന്ത്യ ചൈന തമ്മിൽ ബോർഡർ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു 5 എഗ്രിമെന്റിനെ പറ്റി നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിനി അതിനെ പറ്റിയിട്ട് നമ്മളിനി ഒരു അടുത്ത സെഷനിലാണ് നമ്മളിനി കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലൊരു വെബിനാർ നമ്മൾ അതിനെപ്പറ്റി ആ ഒരു 5 എഗ്രിമെന്റിനെ പറ്റിയിട്ടും മറ്റു പൊക്രാന്റെ ഇഷ്യൂവിനെ പറ്റിയിട്ടും മറ്റും വിശദമാക്കിക്കൊണ്ട് അടുത്തൊരു വെബിനാർ നമ്മളിനി ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഡൗട്ട് ഒന്നും വന്നിട്ടില്ല, അപ്പോ ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ താങ്ക് യു. ഇന്ത്യ ചൈന വാർ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അടുത്തൊരു ചോദ്യം. ആക്ച്വലി ഇങ്ങനൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യങ്ങൾ മൊത്തം ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ട്രേഡ് ആണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇന്ത്യ ചൈന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ചൈനയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് നഷ്ടപ്പെടും. ചൈനയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് നഷ്ടപ്പെട്ടാൽ തന്നെ അത് വളരെ വലിയൊരു തിരിച്ചടിയാണ് ചൈനയ്ക്ക്. ഇത് എന്റെ അനലൈസ് ചെയ്തത് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു വാറിന് ചാൻസ് കുറവാണ്. കാരണം പല രീതിയിലുള്ള ബൈലാറ്ററൽ മീറ്റിംഗ്സ് വഴി നമുക്കതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ UN പോലെ പല രാജ്യങ്ങൾ, പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവര് വേണമെങ്കിൽ അവർക്ക് ഇടപെട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒഴിവാക്കാം. അതിലെല്ലാം ഉപരി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് COVID-19 ആണ്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചൈന അങ്ങനൊരു കാര്യം കൂടി ചൈന ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചൈനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒന്നാമത് US ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US ഇന്ത്യ പാകിസ്ഥാൻ എന്തിനാണ് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം, പാകിസ്ഥാൻ എന്തിനാണ് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു മെന്റൽ പ്രഷർ ചൈന കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് പാകിസ്ഥാനെ ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അപ്പോ ചൈനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല റീജിയൻസ് ആണ്. ഇപ്പൊ തവാങ്, അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയുന്ന റീജിയൻ ആണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ അക്സായ് ചിൻ പോലുള്ള LAC അടുത്തുള്ള റീജിയൻ ആണെങ്കിലും, അപ്പോ ചൈനയ്ക്കും ഇന്ത്യയുടെ പല റീജിയൻസും ആവശ്യമുണ്ട്, പാകിസ്ഥാനും ജമ്മു കാശ്മീർ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ പണ്ട് പറയാറുള്ള പോലെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കണം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യേണ്ട റീസൺ. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയി തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.